ഹലോ ഗൈസ്, അപ്പൊ സുഖമല്ലേ? അപ്പൊ ഒന്നുമില്ല, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പേനയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കണമല്ലോ, അതിലെ നാട്ടു നടപ്പ്. ആ മുകളിൽ ഐസ്ക്രീം ഒക്കെ തട്ടി നോക്ക് മോനെ കോക്കാച്ചി എന്ന് പറഞ്ഞ് നോക്ക് ടാറ്റ ബൈ ബൈ കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോ അടുത്ത വീണ്ടും ഒരു കോക്കാച്ചി ഗൈസ്. ചായ കുടിക്കാൻ കയറിയപ്പോ ഗൈസ് നോക്ക് ഗൈസ്, വിശ്വമച്ചൻ നിൽക്കുന്ന എന്താ കാര്യം, കളിയാണെന്ന്. അതിന്റെ ആഹ്ലാദത്തിൽ വിശ്വമച്ചൻ 2 റൗണ്ട് കറങ്ങി എന്നിട്ട് എന്നെ നോക്കി ചിരിച്ച് ഇതിന്റെ ABCD പോലും അറിഞ്ഞൂടാ എന്റെ അടുത്ത് എന്തൊക്കെയാ പറയുന്നു. ഇത് ലിജിൻ ആരോമലിന്റെ ഫ്രണ്ടാണെന്ന് പറയപ്പെടുന്നു. നമ്മളത് വിശ്വസിക്കുന്നു. വിശ്വമച്ചൻ തേങ്ങയാണ് കാണിക്കണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന നമ്മുടെ എബിനസ്ലോറ. ആരോമൽ പതിവ് പോലെ ആറ്റിറ്റ്യൂഡ് പിടിച്ചു. സൊല്ലലുകൾ ഗോയിങ് ഓൺ. വിശ്വമച്ചാൻ ഇതിന് മാത്രം എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതിന് മാത്രം ഉണ്ടോ ഇതൊക്കെ? ആർക്കറിയാം. ദേടെ ഒറ്റയ്ക്കൊന്ന് ചിരിക്കുന്നു. നമ്മൾ ചായ കുടിച്ച് തീരാറായിട്ടും വിശ്വമച്ചൻ ചായ കുടിച്ച് തുടങ്ങിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഇങ്ങനെ അങ്ങ് നിൽക്കും അവൻ്റെ പോലെ. ഇനി റൊമാൻറ്റിക് സീനുകളാണ് നിങ്ങൾ കാണുന്നത്, ആരോമലിന്റെയും ഇവന്റെയും. ഓ മൈ ഗോഡ്. ഞാൻ നോക്കിയപ്പോൾ വിശ്വമച്ചൻ എന്തോ വിദ്യ കാണിക്കുന്നു. ക്യാമറ കൊണ്ടുപോയി നിർത്തിക്കളഞ്ഞു. പിന്നെ ഞാൻ പിടിച്ചു നിർത്തി ഒന്നുകൂടി എടുപ്പിച്ചു. നോക്ക് ഗൈസ്, അഹങ്കാരി. ആ സമയം കൊണ്ട് ആരോമല് മീനിന് തീറ്റയൊക്കെ ഇട്ട് നന്മമരമായി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, ചായ കുടിച്ച സന്തോഷത്തിൽ വണ്ടിയിലേക്ക് ചാടി കയറി. ഇനി എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി.